പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് വീണ്ടും രണ്ടാണ്ട് കളിയാട്ടത്തിന് കളമൊരുങ്ങി. ജനുവരി 7 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കളിയാട്ടത്തിന്റെ ഭാഗമായി പാരമ്പര്യ വിധിപ്രകാരം കുലകൊത്തൽ ചടങ്ങ് നടത്തി. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പതിവ് പോലെ ഇത്തവണയും 5 നാളുകളിലായാണ് പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഇതിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് പൂർവാചാര വിധിപ്രകാരം ബുധനാഴ്ച കുലകൊത്തൽ ചടങ്ങ് നടത്തിയത്. രാവിലെ ഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് കൂട്ടമടിയന്തരം നടന്നു. ദൈവീക പരിവേഷത്തോടെയുള്ള സ്ഥാനികരുടെ നൃത്തവും വെളിപാട് പറയലും കർമ്മങ്ങളും സന്നിധിയെ ആകെ ഭക്തി നിർഭരവും പ്രാർത്ഥനാ നിരതവുമാക്കി. തുടർന്നായിരുന്നു പ്രതിപുരുഷന്മാരുടെ എഴുന്നള്ളത്തോടുകൂടിയുള്ള കുലകൊത്തൽ ചടങ്ങ്. കളിയാട്ടത്തിലെ നിവേദ്യാദികൾക്കായി വേണ്ടിവരുന്ന 3000-ഓളം പഴങ്ങൾക്ക് ആവശ്യമായ വാഴക്കുലകളാണ് പരിസരത്തെ വിശ്വാസികളുടെ പറമ്പിൽ നിന്നും അനുഷ്ഠാനപൂർവ്വം കൊത്തിയെടുത്ത് ദേവസ്ഥാനത്തെത്തിച്ചത്. ശുദ്ധികർമ്മവും കൂട്ടപ്രാർത്ഥനയും നടത്തി പഴുക്കാനായി കരുതിവെച്ച കുലകൾ തെയ്യാട്ട നാളിൽ പുറത്തെടുക്കും. കളിയാട്ടത്തിനുള്ള അരങ്ങൊരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ തൂവക്കാളിയുടെയും കുടിനാഗത്തിന്റെയും സ്ഥാനം ചുറ്റുമതിൽ കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. പ്രവാസി സഹോദരങ്ങളായ നാരായണൻ നാലേക്കര, പ്രദീപൻ ഗന്ധമൂല, പ്രമോദ് മളിക്കാൽ എന്നിവരുടെ സാമ്പത്തിക സഹായത്തോടെ 1,60,000-ഓളം രൂപ ചെലവഴിച്ചാണ് മനോഹരമായ ചുറ്റുമതിൽ പണിതൊരുക്കിയത്. ജനുവരി 7 രാവിലെ ഘോഷയാത്രകളോടുകൂടി കലവറ നിറയ്ക്കുന്നതോടെ ഈ പുലിഭൂത ദേവസ്ഥാനത്ത് പെരുമയുടെ കളിയാട്ടത്തിന് ആരവമുയരും. ന്യൂസ് ബ്യൂറോ, പെരിയ.